എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഹലുവയാണ് ഉണ്ടാക്കാൻ പോണത്. അത് മാങ്ങ ഉണ്ട് വേണ്ട, നമ്മൾ മാങ്ങയൊക്കെ കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എടുത്ത് പൂളി തൂക്കി നോക്കണം കേട്ടോ, എത്രയാണെന്ന് എന്നിട്ട് പറയാം കേട്ടോ. ഞങ്ങളിത് റെഡിയാക്കട്ടെ. ഇത് ഞങ്ങളൊക്കെ വൃത്തിയാക്കി പൂളിയൊക്കെ വന്നപ്പോൾ 3 കിലോ ഉണ്ട് കേട്ടോ പൾപ്പ്. അപ്പം ഞങ്ങളിത് അടിച്ച് മിക്സിയിലൊക്കെ അടിച്ച് റെഡിയാക്കി കൊണ്ടുവരട്ടെ കേട്ടോ. അരിച്ച് ഇതേപോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഞാര് കിട്ടുന്നുണ്ട് കേട്ടോ മാങ്ങയുടെ. ഇത് ഞാരുള്ള മാങ്ങയാണ്, നമ്മുടെ നാട്ടുമാങ്ങയാണല്ലോ. ഇതേപോലെ അരിച്ചെടുത്ത് തരി ഞാരില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അടിപൊളിയാണ് നമ്മൾ ഉണ്ടാക്കണത് എല്ലാം കേട്ടോ. അപ്പം ഇത് അരിച്ചെടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ. അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചു കേട്ടാ, മാമ്പഴ ഹൽവയ്ക്കുള്ളേ. അപ്പോൾ ഇതിലേക്ക് ഇനി കോൺഫ്ലോർ നമുക്ക് കലക്കി ഒഴിക്കാം കേട്ടോ. കോൺഫ്ലോർ ഞാൻ 250 ml കപ്പിൽ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി 3 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. ഈ അളവിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരു കട്ടയൊന്നും ഇല്ലാണ്ടേ, ഒരു തരി ഇല്ലാണ്ട് ഇങ്ങനെ നമ്മളത് ഇളക്കി എടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി, ഒരു തരി നമുക്ക് അതിൽ പാടില്ല കേട്ടോ. പെട്ടെന്ന് അലിഞ്ഞ് പോകും കേട്ടോ. എന്നാലും നമ്മൾക്കൊന്ന് സംശയത്തിന് മാത്രം നമുക്ക് ഇളക്കേണ്ടി വരും. ഒന്നുമില്ല, ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. നമുക്ക് കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി മിക്സ് ആവണം കേട്ടോ. അത് നല്ലോണം മിക്സ് ആവണം. അപ്പം ഇനി നല്ലോണം മിക്സ് ആക്കട്ടെ കേട്ടോ. 3 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml ആണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടി പിടിക്കാതെ നോക്കണം കേട്ടോ നല്ലോണം. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അടി പിടിക്കരുത്. അതുപോലെ ഞാനൊരു കളറും ചേർക്കാറില്ല കേട്ടോ ഒന്നിലും. അതായത് കളറുകളേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ മാങ്ങയുടെ അതേ കളറിലാണ് നമുക്ക് വരുള്ളൂ. കളർ ചേർത്താൽ നല്ല ഭംഗിയാണ് വീഡിയോ ഒക്കെ കാണാൻ. പക്ഷെ ഞാൻ ചേർക്കാറില്ല കേട്ടോ. നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. പിടിക്കരുതേ. ഇതുപോലെ ഞാൻ കോൺഫ്ലോർ ഇടാണ്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയിട്ടോ. അപ്പം എനിക്ക് മുറിഞ്ഞ് ശരിക്കും ഭംഗിയിൽ കിട്ടിയില്ല. അപ്പം അത് കാരണം ഞാനിപ്പോൾ ഇതിലും നല്ലോണം കോൺഫ്ലോർ ഇട്ടേക്കുന്നു. ഞാൻ കോൺഫ്ലോർ ഇടാണ്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഇട്ടാലാണ് ശരിയാവുള്ളൂ. എനിക്കറിയാം, എന്നാലും ഞാനത് ഇടാണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയിരുന്നു കേട്ടോ. അപ്പം രക്ഷപ്പെടുന്നില്ല, നല്ല ഭംഗിയിൽ കിട്ടുന്നില്ല എന്നുള്ളൂ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഭംഗിയിൽ കിട്ടില്ല എന്നുള്ളൂ. നെയ്യ് പറ്റി കൊടുക്കാട്ടോ, പിടിക്കാണ്ട് വേഗം പോരണ്ടേ തട്ടുമ്പോൾ. നെയ്യ് പറ്റിയിരിക്കട്ടെ. ഇനി പിന്നെ ബദാം പരിപ്പും മണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഇതിൽ വെക്കാം കേട്ടോ. അപ്പം നല്ല ഭംഗി ഉണ്ടാവും. അത് ഇഷ്ടമുള്ളവരൊക്കെ വെച്ചാൽ മതി കേട്ടോ, ഇഷ്ടമില്ലെങ്കിൽ വെക്കണ്ട കേട്ടോ. നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം കേട്ടോ. അതൊക്കെ നല്ലോണം കൈ വിടാതെ ഇളക്കണം കേട്ടോ. അതാണ് ഇതിൽ പണിയുള്ളത്. ഹൽവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പണി വരുന്നത് ഇത് ശരിക്കും ഇളക്കി അടി പിടിക്കാണ്ട് കിട്ടണം. ആ ജോലിയാണ് നമുക്ക് വലിയൊരു ജോലിയായിട്ട് വരുന്നത് കേട്ടോ. അതേപോലെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം.
ആവാറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചട്ടകത്തുമ്പൊന്ന് വിട്ടുന്നുണ്ടോ ഉണ്ടോ, ശരിക്കും ഇതുപോലെ വിട്ട് തുടങ്ങിട്ടോ. ഇത്തിരി നേരം വേണ്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, കശുവണ്ടി പരിപ്പും ബദാം പരിപ്പും കുറച്ച് ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഏലക്കായ നമ്മൾ പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്തായാലും ഏത് തരം മാങ്ങ കൊണ്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം എന്തായാലും ഒരു വീട്ടിൽ മാങ്ങയൊന്നും ഇല്ലാണ്ടിരിക്കില്ല. ഇതേപോലെ എടുത്തിട്ട് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് മാങ്ങക്കാലം കഴിയുമ്പോൾ കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കിത് ഇനി പ്ലേറ്റിലേക്ക് ഒഴിക്കാം കേട്ടോ. ഉണ്ടോ, ശരിയായിട്ടുണ്ട്. അപ്പം ഇനി ഇറക്കി വയ്ക്കട്ടെ കേട്ടോ. റെഡി ആയിട്ടാ, നമുക്ക് ഒഴിക്കാം കേട്ടോ. മക്കൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ, വെക്കേഷൻ അവർ അടിച്ച് പൊളിക്കുകയുള്ളൂ. മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള കാരണം അധികം പഞ്ചസാരയൊന്നും വേണ്ടി വരില്ല കേട്ടോ. അവർക്കിങ്ങനെ ഉണ്ടാക്കി കിട്ടിയാൽ മതിയില്ല, അവരങ്ങനെ എടുത്ത് കഴിച്ച് അടിച്ച് പൊളിച്ച് നടന്നോളില്ലേ. നല്ല പാകമായി, അത് കാരണം ചട്ടകത്തുനിന്ന് പൂരണില്ല കണ്ട. അപ്പം ഞാൻ റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, ലേശം നെയ്യ് നമ്മളെ പ്ലാവിലെ മാറ്റിയിട്ട് ഒന്നങ്ങോട്ട് നല്ല ഒന്ന് നിരപ്പാവാനേ. ഇതേപോലെ ചെയ്താൽ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് 2-3 മണിക്കൂർ ഇരിക്കണം കേട്ടോ, ചൂടാറി കിട്ടാൻ. എന്നിട്ട് മുറിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി നമുക്കിത് മുറിക്കാൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ കമത്തട്ടെ കേട്ടോ. ഓക്കെ, എന്ത് ഭംഗിയായിട്ടായിരിക്കണേ നോക്ക് കേട്ടോ. അപ്പം നമുക്കത് ഇനി മുറിച്ചെടുക്കാം കേട്ടോ. കശുവണ്ടി പരിപ്പെല്ലാം ഇട്ട കാരണേ നമുക്ക് നേരെ നല്ല ഭംഗിയിൽ മുറിക്കാൻ പറ്റില്ല. ഒന്നും ഇടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരേ കഷ്ണം നോക്കിയേ കണ്ടോ. എന്താന്ന് നോക്കിയാൽ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ ഇതിൽ മുറിച്ച് വെക്കട്ടെ കേട്ടോ.